Hi all, welcome to Competitive Cracker. ഞാൻ വിഷ്ണു പി അശോക്. കഴിഞ്ഞ ദിവസം നടന്ന ജൂൺ 18-ാം തീയതി നടന്ന UGC നെറ്റ് എക്സാം ക്യാൻസൽ ആക്കിയിരുന്നു. NDAയുടെ ഭാഗത്തു നിന്നുമുള്ള വ്യാപകമായ ക്രമക്കേട് മൂലമാണ് ഈ ഒരു എക്സാം ക്യാൻസൽ ആക്കിയത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അറ്റൻഡ് ചെയ്ത ഒരു എക്സാം ആയിരുന്നു ഇത്. ഏകദേശം 11 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്യുകയും 9 ലക്ഷത്തിൽ പരം ആളുകൾ എക്സാം എഴുതുകയും ചെയ്ത ഒരു എക്സാമാണ് UGC കണ്ടക്ട് ചെയ്ത ഈ നെറ്റ് എക്സാം. നിങ്ങൾക്കറിയാം, നെറ്റ് എക്സാം എന്നത് ഇപ്പം ഏറ്റവും അനിവാര്യമായ ഒന്നായി മാറിയിരിക്കുകയാണ്. നമ്മളുടെ പണ്ടൊക്കെ യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് മുഖേന നമുക്ക് PhD ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ PhD ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് നെറ്റ് എക്സാം ആഗ്രഹിക്കുന്നുണ്ട്, നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിച്ച് പഠിച്ച് എഴുതിയ ഒരു എക്സാം ക്യാൻസൽ ആകുന്നത്. അതിൽ നിങ്ങൾ അധികം നിരാശപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇത് ഒരു മോക്ക് ടെസ്റ്റായി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു പ്രീ എക്സാം ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനുകളെല്ലാം വൃത്തിയായിട്ട് വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യനുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യനുകൾ വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ഏരിയയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കറിയാം, NDA ഇനി അടുത്ത എക്സാം എന്നാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉടൻ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കൊരു കുറച്ച് ടൈമും കൂടി കിട്ടിയിരിക്കുകയാണ്. ഒരു മോക്ക് ടെസ്റ്റ് കിട്ടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കുറച്ച് ടൈമും കൂടി കിട്ടി. അത് നമ്മൾ അത്രമാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, ആ കിട്ടിയ ടൈം എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനിയുള്ള ടൈമുകൾ നമുക്ക് റിവിഷനുള്ള ടൈമാണ്. നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചൊരു എക്സാം എഴുതി ആ എക്സാം ക്യാൻസലാക്കി പോട്ടെ, അതിനി വാട്ട് ഇറ്റ് ഈസ്, അത് നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഇനി എന്ത് ചെയ്യേണ്ട, ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ടൈം നമ്മൾ മാക്സിമം വളരെ ഊർജ്ജത്തോടു കൂടി പഠിച്ചു തുടങ്ങുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോറിലൂടെ JRF വരെ ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്താനായിട്ട് ഇത് സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, MCQസിലൂടെ, അതായത് കുറേ നാളുകളായിട്ട് എന്താണ് NDA നടത്തുന്ന എക്സാം എങ്ങനെയായിരുന്നു, ഓൺലൈൻ ആയിട്ടായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് മാറി നമുക്ക് എന്താണ് പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സാം എഴുതുമായിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യുക. മാക്സിമം എന്താണ് ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് ആ സിലബസിൻ്റെ അകത്തെ ഏറ്റവും കീ പോയിന്റുകൾ വെച്ചുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ CCയുടെ ടീം നിങ്ങളോടൊപ്പം ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക്